ഹലോ, ഇന്ന് നമ്മൾ ഒരു കിഡിലൻ പൊതിച്ചോറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ പൊതിച്ചോറ് ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ചോറും കറിയും ഒക്കെ ആണെങ്കിലും അത് വാഴയിലയിൽ പൊതിഞ്ഞ് 2 മണിക്കൂർ നേരമൊക്കെ കെട്ടി വെച്ചിട്ട് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പണ്ട് മുതലേ നമ്മൾ ചോറ് ഇലയിൽ പൊതിഞ്ഞ് കഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിലേക്ക് കുറച്ചധികം വിഭവങ്ങളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിലിടണം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയ ഐറ്റം ചിക്കൻ എരിശ്ശേരിയാണ്. പിന്നെ പപ്പായ തോരൻ, ചമ്മന്തി, ഓംലെറ്റ്, ചീരക്കറി, ചീരയും പരിപ്പും കൂടി കറി, പപ്പായ അച്ചാർ. ചോറ് ഞാൻ അടുപ്പത്താണ് വെക്കുന്നത്, വിറകടുപ്പിലാണ്. അപ്പോഴേ ചോറ് അതിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ. സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് അവിടെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി വരാം. ഇതിലേക്ക് പപ്പായയും ചെറുപയറും ചേർത്തൊരു തോരനാണ് ആദ്യം ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തിയാണ്, അറിയാലോ എല്ലാവർക്കും. പപ്പായയും ചെറുപയറൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കുക. പപ്പായ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ പെട്ടെന്ന് റെഡി ആയിക്കോളും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികളെ സംബന്ധിച്ചൊക്കെ കുറച്ച് കാണാനും ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇട്ട ഉടനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട്. കാരണം പെട്ടെന്ന് തന്നെ റെഡി ആവും. ഗ്രേറ്റ് ചെയ്തത് കാരണം പെട്ടെന്ന് തന്നെ അത് വേവാവും. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്കുള്ള ചെറുപയർ ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കുക. അരപ്പ് തയ്യാറാക്കാൻ 1/4 കപ്പ് തേങ്ങ, 1 നുള്ളി ചെറിയ ജീരകം, 2 ചുവന്നുള്ളി അല്ലി, ചുവന്നുള്ളി, അതുപോലെ 2 കാന്താരി മുളക്. ചെറുപയർ ഞാൻ ഉപ്പിട്ടിട്ട് കുക്കറിലൊന്ന് ജസ്റ്റ് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. കംപ്ലീറ്റ് വേവിക്കണം, പക്ഷേ വെന്ത് ഉടഞ്ഞു പോകരുത്. ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഉപ്പ് അതിലാദ്യം തന്നെ ഇട്ടാലേ അതിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ പപ്പായ ഒരു ഹാഫ് കുക്കാവുമ്പോൾ നമ്മൾ ചെറുപയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. പപ്പായയിലുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ടു. ചെറുപയർ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതുമാണ്. രണ്ടും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചാൽ നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പെന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. തോരനിലൊക്കെ ചെയ്യണ പോലെ ഒന്നങ്ങ് ചതയ്ക്കാനേ പാടുള്ളൂ. കാന്താരി മുളക് തന്നെ വേണമെന്നില്ല. എനിക്കിവിടെ കാന്താരി മുളക് ഉള്ളത് കാരണം കാന്താരി മുളക് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാ റെഡിയായി കഴിഞ്ഞു. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം വെക്കണമെന്നില്ല. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടമാവുന്നൊരു തോരനാണ്. അടുത്തത് ചീരയും പരിപ്പും കൂട്ടിയൊരു കറിയാണ്. നമ്മൾ ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയല്ല, കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഇലയിൽ പൊതിയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് ഞാൻ നേരത്തെ വേവിച്ചതാണ്, കുക്കറിൽ വേവിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവണം, കാരണം ഇനി ഇത് വേവാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണില്ല. ഉപ്പിടാതെയാണ് വേവിച്ചത്. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഉപ്പിടാതെ വേവിച്ചു. അതിലേക്ക് ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. ചീര ഞാൻ അരിഞ്ഞു വെച്ചതാണ്. നമ്മുടെ വേലിച്ചീര എന്ന് പറയും, കറിവേപ്പില പോലുള്ളൊരു ചീര. മിക്കവാറും ആൾക്കാരുടെ പറമ്പിൽ ഇത് ഉണ്ടാവും. വെറുതെ അങ്ങ് ഉണ്ടാവുന്ന ചീരയാണ്. നല്ല ഹെൽത്തിയാണ്, ഒരുപാട് ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ ഉള്ളതാണ്. അത് ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചതാണ്. അതും കൂടിയും കൂട്ടിയിട്ട് വേവിക്കുക. ഒന്നുമില്ല, വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത്.
എല്ലാവരുടെയും വീട്ടിൽ മിക്ക വീടുകളിലും പറമ്പിൽ കണ്ടിട്ടുള്ളൊരു സംഭവമാണിത്. പരിപ്പിൻ്റെ കൂടെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുക. തേങ്ങ, അതുപോലെ ചെറിയ ജീരകം, കാന്താരി മുളക്, മഞ്ഞൾ, ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. കാന്താരി മുളക് തന്നെ വേണമെന്നില്ല, നോർമൽ പച്ചമുളക് മതി. എനിക്ക് കാന്താരി മുളക് ഉള്ളത് കാരണം ഇട്ടുന്നേ ഉള്ളൂ. ഇപ്പോൾ ചീര പെട്ടെന്ന് തന്നെ വേവും, അറിയാലോ ഇലക്കറികളൊക്കെ പെട്ടെന്ന് തന്നെ വേവും. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ തന്നെ ചീര വേവും. ഇപ്പോൾ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് തേങ്ങ മതി, ഒരുപാടൊന്നും തേങ്ങ വേണ്ട. കാരണം പരിപ്പ് ഉള്ളത് കാരണം കറി ഓൾറെഡി തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുക. അപ്പോൾ പിന്നെ കൂടുതൽ നമ്മൾ തേങ്ങയൊന്നും അരച്ച് തിക്കാക്കി ഇരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ കറിയൊന്ന് വറവിടണം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടു, ഇനി വറ്റൽമുളക് ഇട്ടു. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്താ കറി റെഡിയായി. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. മിക്കവാറും ആൾക്കാർ മൈൻഡ് ചെയ്യാത്തൊരു സംഭവമാണ് ഈ വേലിച്ചീര. പക്ഷേ കറിയായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വറവിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ആ വറവിൻ്റെ സ്മെല്ലൊക്കെ അതിലേക്കൊന്ന് പിടിക്കും. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി റെഡിയായി, തോരൻ റെഡിയായി. ഇനി ചമ്മന്തിയാണ്. ചമ്മന്തി നമ്മുടെ ഒരു പൊതിച്ചോറിൽ ഏതെങ്കിലും ഒരു ചമ്മന്തി എപ്പോഴും നിർബന്ധമാണ്. ഇത് നമ്മൾ ചുട്ടരച്ച ചമ്മന്തിയാണ്. ഉണക്കമുളക് നമ്മൾ ചുട്ടിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അടുപ്പിലിട്ടിട്ടാണ് ചുടുക. ഇതിപ്പോൾ അടുപ്പൊന്നും ഇല്ലാത്തത് കാരണം, അടുപ്പ് കത്തിക്കാത്ത കാരണം അടുപ്പത്തല്ല ഞാൻ ചെയ്യണത്. അടുപ്പത്ത് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ചട്ടിയിൽ. അതിലേക്ക് 4-5 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. ചുവന്നുള്ളി എത്ര ഇടണോ അത്രയും ടേസ്റ്റ് കൂടും ചമ്മന്തിക്ക്. അതിലേക്ക് ഞാൻ മുളക് ഇട്ട് കൊടുക്കുകയാണ്. മുളക് ഈ എണ്ണയിലിട്ടിട്ടാണ് ഇപ്പോൾ വറക്കുന്നത്. ചുടുന്നതിന് പകരം ഞാൻ ഇതിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോഴും നല്ല ടേസ്റ്റാണ്. നമ്മൾ വിറകടുപ്പിലിട്ടിട്ട് കനലിൽ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തു. ഒരു നുള്ള് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ഒരു നെല്ലിക്ക വലുപ്പത്തിലൊന്നും വേണമെന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പാകത്തിന് ഉപ്പും ആ തേങ്ങയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ വിറകടുപ്പ് കത്തിച്ച് കനലൊക്കെ ഉള്ള സമയത്താണ് എങ്കിൽ ഈ മുളക് നമുക്ക് കനലിലൊന്ന് കാണിച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആവും. പക്ഷേ അത്ര റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ചെയ്താലും റെഡിയാവും. ഇനി ഇതൊന്ന് അരച്ചെടുത്താൽ ചമ്മന്തി റെഡിയായി. ചമ്മന്തി അരയ്ക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈ കൂട്ട് ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് ഞാൻ ഇതാ അരച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. പ്രത്യേകിച്ചും കഞ്ഞിക്ക് അതുപോലെ ഈ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇനി നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കണം. ഒന്നുമില്ല, സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കാന്താരി മുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ടിട്ടു. കറിവേപ്പില ഞാനൊന്ന് അരിഞ്ഞിട്ടാണ് ഇട്ടത്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. അതൊന്ന് മിക്സ് ചെയ്യുക. മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഉപ്പ് ഒരു ഭാഗത്തങ്ങ് ആയിപ്പോവും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓംലെറ്റ് ഉണ്ടാക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോൾ കൂട്ടൊഴിച്ച് കൊടുക്കുക.
ഇപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞു. പൊതിച്ചോറിൽ എപ്പോഴും സ്ഥിരമായിട്ടുണ്ടാവുന്ന, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തും സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു ഐറ്റമാണ് പൊതിച്ചോറ്, ഓംലെറ്റ്. ഇപ്പോൾ ചമ്മന്തി റെഡിയായി, അതുപോലെ നമ്മുടെ തോരൻ റെഡിയായി, ഓംലെറ്റ് റെഡിയായി. ഇനി നമ്മൾ ഇലയൊക്കെ എടുത്ത് വാട്ടി റെഡിയാക്കി എടുക്കണം. ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ കാണിച്ചിട്ടാണ് ഇല വാട്ടിയെടുക്കുന്നത്. നമ്മൾ ഇലയുടെ ഈ തണ്ടുള്ള ഭാഗം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതിയുമ്പോൾ അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചോറ് വെച്ച് കൊടുക്കുകയാണ്. താഴെ ഞാനൊരു പേപ്പർ വെച്ചിട്ടുണ്ട്, ന്യൂസ് പേപ്പറാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി എഴുത്തുകളൊന്നും ഇല്ലാത്ത പേപ്പർ കിട്ടുമെങ്കിൽ അത് ചെയ്യാം. എനിക്കിപ്പോൾ ന്യൂസ് പേപ്പറാണുള്ളത്. ചമ്മന്തി നമ്മളിങ്ങനെ ഒരു ഉരുളയാക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഉരുളയാക്കിയിട്ട് ഈ ചോറിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നടുക്കൊരു കുഴി പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അത് മറ്റ് ഐറ്റംസുമായിട്ട് മിക്സ് ആവാതെ കിട്ടിക്കോളും. പിന്നെ നമ്മൾ കറിയാണ്, കറി ഇട്ട് കൊടുക്കുക. കറി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അതങ്ങനെ മനഃപൂർവ്വം നമ്മൾ ചെയ്തതാണ്. പിന്നെ തോരനാണ്, പപ്പായ അതുപോലെ ചെറുപയറും ചേർത്തിട്ടുള്ള തോരൻ ഒക്കെ ഇങ്ങനെ സൈഡിലൂടെ വെച്ച് കൊടുക്കുക. ഇത് ചിക്കൻ എരിശ്ശേരിയാണ്. ചിക്കൻ എരിശ്ശേരിയുടെ റെസിപ്പി ഞാൻ ഇന്നലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു എരിശ്ശേരിയാണ്. സാധാരണ നമ്മൾ മത്തൻ വെച്ചിട്ടാണല്ലോ ചെയ്യാം. പിന്നെ ഓംലെറ്റ്, അതെല്ലാം അങ്ങനെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. ഇത് പപ്പായ അച്ചാറാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷെ വളരെ ടേസ്റ്റിയാണിത്. അതിൻ്റെ റെസിപ്പി ഇതിലില്ല, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ പൊതിഞ്ഞെടുക്കുകയാണ്. ഈ ഇലയുടെ ഒരു സൈഡ് അങ്ങോട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഫിറ്റായിരുന്നോളും. കൂടുതൽ പിന്നെ കയറിട്ട് കെട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഒരു ന്യൂസ് പേപ്പറിലും കൂടി ഒന്ന് പൊതിഞ്ഞു, കാരണം ഒന്ന് സേഫായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുത്ത് കഴിക്കരുത്. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ രാവിലെ കെട്ടിയിട്ട് ഉച്ചയാകുമ്പോഴല്ലേ കഴിക്കുക, അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരിക. പൊതിഞ്ഞ ഉടനെ തന്നെ കഴിക്കരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കെട്ടിൻ്റെ ആവശ്യമില്ല. ആ സൈഡിലേക്ക് അങ്ങ് തിരികെ വെച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെ സൈഡിലേക്ക് തിരികെ വെച്ചാൽ മതി. ഇപ്പോൾ 2 മണിക്കൂർ വെച്ചു, വെറുതെ വെച്ചാൽ മതി. ആ ചൂടുള്ള ചോറ് ആ ഇലയിൽ കിടന്ന് നല്ല ടേസ്റ്റ് ആവും. ആ ഇലേൻ്റെ സ്മെല്ലൊക്കെ അതിലേക്ക് പിടിക്കും. അത് തുറന്നു കഴിഞ്ഞു, നല്ലൊരു സ്മെല്ല് വരും. മാത്രമല്ല ഈ ചോറ് വല്ലാത്തൊരു ടേസ്റ്റും ആയിരിക്കും. ചമ്മന്തി നടുക്കാ വെച്ചത്, ബാക്കിയെല്ലാം സൈഡിലായിരുന്നു. കിഡിലും ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും നമ്മുടെ പപ്പായ തോരൻ, അതുപോലെ എരിശ്ശേരി, ചമ്മന്തി ഒക്കെ ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസാണ്. എരിശ്ശേരിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ലിങ്ക്. ചമ്മന്തിയൊക്കെ അതിൻ്റെ അകത്ത് കിടന്നിട്ട് എന്താ പറയുക, ചോറിലേക്കൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസുമാണ്. നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിച്ച ഐറ്റംസ് ഒന്നും ഇല്ല ഇതിൽ. ചിക്കൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്